പാഠം 668. ഒരു വിശിഷ്ട അതിഥി. ഹലോ, അതെ. ആ വിദ്യ, ഞാൻ കുറച്ചുകൂടെ നിന്നെ വിളിച്ചിരുന്നു. അതെയോ? സാരമില്ല. ഞാൻ വിളിച്ചത് ഞാനൊന്നും വരില്ല എന്ന് പറയാനാ. ആ, നാട്ടിൽ നിന്നൊരു അതിഥി വരുന്നു. വേറെ ആരുമല്ല, മോഹനേട്ടന്റെ ചെറിയമ്മയുടെ മോള് പാർവതി. മോഹനേട്ടന് പ്രിയപ്പെട്ട അനീതി കുട്ടിയാ. അവള് പഠിച്ചതെല്ലാം നാട്ടിലാ. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. MA ഇവിടെ പഠിക്കണമെന്ന് അവക്കൊരാഗ്രഹം. ഞാനും പറഞ്ഞത് നല്ലതാന്ന്. നാളെ ഇവിടുത്തെ കോളേജിൽ പോയി അപേക്ഷ കൊടുക്കണം. അതിനവൾ ഇങ്ങോട്ട് വരുന്നത്. ഇന്നെന്തായാലും എനിക്ക് വരാൻ പറ്റില്ല വിദ്യ. പാർവതി ഒറ്റയ്ക്കാക്കി ഞാനെങ്ങാനും കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പിന്നെ എന്നെ കൊല്ലും. ഇപ്പൊ തന്നെ ആഫീസിൽ പോകാൻ സമയമായിട്ടും പാർവതി വരുന്നത് നോക്കി ആ ഗേറ്റിൽ തന്നെ നിൽക്കുക. എന്തെത്ര വൈകുന്ന മോനേട്ടാ, ഇതെന്താ ഉദ്ദേശം? മണി 9:40 ആഫീസിൽ പോണില്ലേ? ഒൻപത് 38 തന്നെ ഇവിടുന്ന് കൃത്യമായിട്ട് ഇറങ്ങുന്ന മോഹനേട്ടൻ ഇപ്പൊ തന്നെ 2 മിനിറ്റ് വൈകി. എന്താണ് പരിപാടി? പാർവതി വരാതെ എങ്ങനെ പോവും? പാർവതി വരട്ടെ മോനേട്ടാ. ഇത്രയും ദൂരത്തുനിന്ന് ഒരാൾ വരുമ്പോ ചിലപ്പോ 10-15 മിനിറ്റ് ഒക്കെ ലേറ്റ് ആയെന്ന് വരില്ലേ? അതങ്ങനെ ടെൻഷൻ ഉള്ള കാര്യം എന്താ? രാവിലെ 5:30 ബസ്സിന് പുറപ്പെട്ടു ചെറിയമ്മ വിളിച്ച് പറഞ്ഞത്. ആ ബസ് കൃത്യം 9:15 ഇവിടെ എത്തും. അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചാൽ 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. എല്ലാം ശരിയാ. പക്ഷെ ഇത്രയും ദൂരത്തുനിന്ന് ഓടി വരുന്ന ഒരു ബസ്സല്ലേ, 10 മിനിറ്റ് ഒക്കെ ചിലപ്പോ വൈകിന്ന് വരും. അല്ലെങ്കിൽ പാർവതി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി കഴിഞ്ഞപ്പോ ഓട്ടോ കിട്ടി കാണില്ല. ഇതെല്ലാം സാധാരണയല്ലേ മോനേട്ടാ? എന്ന് നിനക്കറിയാം. പക്ഷെ പാർവതി ഒറ്റയ്ക്കല്ലേ വരുന്നത്, അത് ഓർക്കണം. അതിനെന്താണ്, അവള് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. മിനിങ്ങാന്ന് വിളിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞതാണ് ഞാൻ അവളെ കൊണ്ടുവന്നോളാന്ന്. അപ്പൊ അവള് പറഞ്ഞു വേണ്ട, ഒറ്റയ്ക്കിങ് വന്നോളാന്ന്. ചെറിയച്ഛൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിടാന്ന് പറഞ്ഞപ്പോ അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? അച്ഛനൊരു ആവശ്യത്തിന് പോകുമ്പോ ഞാൻ കൂട്ടുവരാം, അല്ലാതെ എനിക്ക് അച്ഛൻ എന്തിനാണ് കൂട്ടുവരുന്നത് എന്ന്. അതൊക്കെ അവള് പറഞ്ഞിരിക്കും, കൊച്ചുകുട്ടിയല്ലേ. ഇവിടുത്തെ ടൗണിലെ കോളേജിൽ MA പഠിക്കാൻ അപേക്ഷ കൊടുക്കാനാണ് അവള് വരുന്നത്. 9:30 മണി കഴിയുമ്പോഴേക്കും അവിടെ ഇങ്ങ് എത്തേണ്ടതായിരുന്നു. അവളെ കണ്ടിട്ട് ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ് സാറ്. ഇത്രയും ദൂരത്ത് നല്ലേ ഉത്തമ വരുന്നത്. 10-15 മിനിറ്റ് ഒക്കെ താമസിച്ചിരിക്കില്ലേ, അതിനിങ്ങനെ പേടിക്കാൻ നിന്നാലോ? ഞാൻ പറഞ്ഞാണ് മോഹനോട് ഓഫീസിൽ പോയിക്കോളാൻ. പാർവതിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞു. പക്ഷെ സാർ സമ്മതിക്കില്ല. എങ്ങനെ സമ്മതിക്കും? പാറുവിനെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയതാ. അവള് വരാൻ വയ്യ, എനിക്ക് പ്രയാസമില്ലേ? എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വരുമ്പോ ചിലപ്പോ കുറച്ചൊക്കെ വൈകില്ലേ മോനേട്ടാ? നിനക്കത് മനസ്സിലാവില്ല. കാരണം നീ ഭർത്താവിനെ പോലും ബഹുമാനിക്കാത്ത ഒരു അഹങ്കാരിയാണ്. നാട്ടും പുറത്ത് ജനിച്ചു വളർന്ന പാറുക്കുട്ടിയെ പോലൊരാൾ അങ്ങനെയല്ല. അവൾ വരാതെ എനിക്ക് മനസ്സാവാൻ ഉണ്ടാവില്ല. ഞാനൊന്ന് അന്വേഷിച്ച് ബസ് സ്റ്റാൻഡ് വരെ പോണ നോക്കിയില്ലേ? ഉത്തമനെ പാർവതി കണ്ടാൽ അറിയാമോ? അയ്യോ, അത് ശരിയാണല്ലേ. ഉത്തമ ഇത് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളെ ഞാൻ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ അവള് തന്നെയാണ് പറഞ്ഞത് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നോളാന്ന്. പാസ്സായ കുട്ടിയല്ലേ അവള്, അവക്കറിയാം തന്നെ ഇങ്ങോട്ട് വരാൻ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടോക്കില്ലേ? ആ സുന്ദരേശന്റെ കേസിന്റെ ഫയലുമായി ഞാൻ ഒരു 4 മണിക്ക് വരാം. അതുപോലെ ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ ഞാനത് കോടതി കൊടുക്കും. താമസിച്ചിട്ട് പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല 4 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ആ ഫയലുമായിട്ട് ഞാൻ വന്നിരിക്കും. ശരി 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 ശരി. ആരെ വിളിക്കാൻ വന്നേ? ഇപ്പൊ നീ വന്നില്ലായിരുന്നെങ്കിലേ മിക്കവാറും മോഹനേട്ടൻ നിന്നെ അന്വേഷിച്ച ബസ് സ്റ്റാൻഡിലേക്ക് വന്നേനെ. വരാൻ താമസിച്ച് ആരെങ്കിലും പേടിച്ചു പോയില്ലേ? മോളാണെങ്കിൽ ആദ്യമായിട്ടല്ലേ ഒറ്റയ്ക്ക് വരുന്നത്. തന്നെയല്ലേ. അപ്പൊ പിന്നെ വേഷമൊക്കെ മാറുമ്പോഴേക്കും ഭാമേച്ചി കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കും. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഇന്ന് മുഴുവൻ വിശ്രമിച്ചോളൂ. അവളെ ചന്ദ്രനിന്നാണല്ലോ വരുന്നത്, നല്ല ക്ഷീണം ഉണ്ടാവും. എന്റെ മോഹനേട്ടാ, അവൾ കൊച്ചുകുട്ടിയല്ലേ, ഇത്രയും ദൂരം യാത്ര ചെയ്തൊന്നും അവക്കൊരു പ്രശ്നമായിരിക്കില്ല. നാളെ രാവിലെ കോളേജിൽ പോയാൽ മതിയല്ലോ. ഞാൻ രാവിലെ കോളേജിൽ കൊണ്ടുപോയാക്കാം.
നാളെ 11 മണി കഴിഞ്ഞ് ആഫീസിലെത്തൂ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് നാളത്തെ കാര്യമല്ലേ? ഇനിയും കിന്നാരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടർ ഇന്നും 11 മണിക്ക് ആഫീസിലെത്തുള്ളൂ. പാറു ഇങ്ങ് എത്തിയില്ലേ, ഇനി ഒന്ന് ആഫീസിൽ പോവാൻ നോക്ക്. പാറു നീ വാ, ആദ്യം എന്തായാലും കഴിക്കാം. ഭാമേ, മോള് പോയിക്കോളൂ. പാറു വന്നിട്ട് 5 മിനിറ്റിനുള്ളിൽ നീ എന്നെ 3 പ്രാവശ്യം കളിയാക്കി. അവളുടെ മുന്നിൽ വെച്ച് ഇനിയും എന്നെ കളിയാക്കാനാണ് പരിപാടിയെങ്കിൽ നീ വിവരം അറിയും. മനസ്സിലായോ? എന്താ മോഹനേട്ടാ? ഒന്നുമില്ല, ഞങ്ങളൊരു തമാശ പറഞ്ഞ് കളിക്കായിരുന്നു. മോള് പോയിക്കോ. ഓ, പോയിക്കോ. അടക്കത്തിലും ഒതുക്കത്തിലും ജീവിച്ച് ശീലിച്ച ഒരു മര്യാദക്കാരി പെൺകുട്ടിയാണ് ആ കയറി പോയത്. നിന്റെ കൂടെ കൂടി അവളും വഷളായ നീ എന്റെ തനി സ്വഭാവം അറിയും. ആണുങ്ങളെ ബഹുമാനമില്ലാത്തതിന്റെ അഹങ്കാരം ഉണ്ടല്ലോ, അത് നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. ഇത്രയും കാലം കഴിഞ്ഞതുപോലെ പാറു ഇനിയും കഴിയും. വേണ്ടാതീനം വല്ലതും പറഞ്ഞു കൊടുത്ത് അവളെയും നിന്നെ പോലെ ആക്കാൻ നോക്കിയാൽ ഞാൻ എന്ത് ചെയ്തെന്നാ?